നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് 19-ന് ഇടതുമുന്നണി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM വിട്ടുനിൽക്കുന്നു. ജില്ലയിലെ ക്രമസമാധാനവും പോലീസിന്റെ ആഭ്യന്തര പ്രശ്നവും ചർച്ച ചെയ്യാൻ രഹസ്യയോഗം അടുത്തയാഴ്ച. ഭൂരഹിതർക്ക് ഭൂമി എന്ന സർക്കാരിന്റെ പദ്ധതിയിൽ തങ്ങൾക്ക് അവഗണനയെന്ന് കിഴക്കൻ മേഖലയിലെ റോഡ് പുറമ്പോക്ക് നിവാസികൾ. വാർത്തകൾ വിശദമായി. പത്തനാപുരം കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് 19-ന്. മത്സരത്തിൽ നിന്നും CPM മാറി നിൽക്കുമ്പോൾ ഇടതുമുന്നണിയുടെ പേരിൽ CPIയും NCPയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്തനാപുരം കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഈ മാസം 19-ാം തീയതി നടക്കും. ഇടതു വലതു മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. CPM മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. UDF ഭരണത്തിലുള്ള കുണ്ടയം സർവീസ് സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് ഈ മാസം 19-ാം തീയതി നടക്കുമ്പോൾ LDFിലെ പ്രബല കക്ഷിയായ CPM മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. CPIയും NCPയുമാണ് LDFിനെ പ്രതിനിധീകരിച്ച് മത്സര രംഗത്തുള്ളത്. ആകെ 13 സീറ്റുകളിലേക്കാണ് കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 8 ജനറൽ മണ്ഡലങ്ങളും 1 നിക്ഷേപ മണ്ഡലവും 3 വനിതാ മണ്ഡലങ്ങളും 1 പട്ടികജാതി മണ്ഡലവും അടങ്ങുന്ന 13 മണ്ഡലങ്ങളിലേക്കാണ് ഇവിടെ മത്സരം നടക്കുന്നത്. നിലവിലെ പ്രസിഡന്റും UDF ചെയർമാനുമായ ബാബു മാത്തുവിന്റെ നേതൃത്വത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. AYF മണ്ഡലം സെക്രട്ടറി SM ഷെരീഫിന്റെയും NCP നേതാവ് T അയൂബ് ഖാന്റെയും നേതൃത്വത്തിലാണ് ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. റിട്ടേണിംഗ് ഓഫീസറും കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറുമായ സക്കീർ ഹുസൈന് മുമ്പാകെയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത്. 1 മണിവരെയായിരുന്നു നാമനിർദ്ദേശ സമർപ്പണത്തിനുള്ള സമയം. ആകെ 31 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചതെന്ന് റിട്ടേണിംഗ് ഓഫീസർ സക്കീർ ഹുസൈൻ പറഞ്ഞു. 5-ാം തീയതി ശനിയാഴ്ച 10 മണിയോടെ സ്ഥാനാർത്ഥി പത്രികകൾ പിൻവലിക്കാൻ കഴിയും. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് M ഷേഖു പരീദ്, JL നസീർ, പള്ളിത്തോപ്പിൽ ഷിബു, കേരള കോൺഗ്രസ് B നിയോജക മണ്ഡലം പ്രസിഡന്റ് AR ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, UDF കൺവീനർ K അനിൽ, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് M അബ്ദുൾ റഹ്മാൻ, ജോർജ് കുട്ടി, മുഹമ്മദ് അലി, DKTF നേതാവ് ലാലു മേനോൻ എന്നീ നേതാക്കൾക്കൊപ്പം എത്തിയാണ് UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത്. UDF ഒറ്റക്കെട്ടായി മത്സരത്തെ നേരിടുമെന്ന് M അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S വേണുഗോപാൽ, M സഫറുള്ള ഖാൻ, T അയൂബ് ഖാൻ, മുരളീധരൻ നായർ, സോഫിയ എന്നീ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് LDF സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക നൽകിയത്. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന CPM നടപടിയെ CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീനും NCP നേതാവ് T അയൂബ് ഖാനും രൂക്ഷമായി വിമർശിച്ചു. തിരഞ്ഞെടുപ്പിനുള്ള തിരശീല ഉയരുകയും LDFിലെ പ്രബല കക്ഷിയായ CPM മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ CPMനെതിരെ LDFിലെ മറ്റു ഘടകകക്ഷികൾ വരും ദിവസങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തുവരുമെന്ന് ഉറപ്പാണ്. ഇത് പത്തനാപുരത്തെ LDF രാഷ്ട്രീയത്തിൽ ശക്തമായ ചേരിതിരിവ് സൃഷ്ടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പതിറ്റാണ്ടുകളുടെ പരിശീലനമുണ്ടെങ്കിലും ഒരു ഗാനം ആലപിക്കുമ്പോൾ അതിൽ എന്തെല്ലാം തെറ്റുപറ്റുമെന്ന ബോധം മറഞ്ഞു പോകരുതെന്ന് ഗാനഗന്ധർവൻ KJ യേശുദാസ്. കൊട്ടാരക്കരയിൽ കൈരളി TVയുടെ ഗന്ധർവ സംഗീതം ഗ്രാൻഡ് ഫിനാലെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എത്ര കാലം സാധകം ചെയ്താലും എത്ര പരിശീലനം ചെയ്താലും ഒരു ഗാനം ആലപിക്കുമ്പോൾ അതിൽ എന്തെല്ലാം തെറ്റുപറ്റുമെന്ന ബോധം മറന്നു പോകരുതെന്ന് ഗാനഗന്ധർവൻ KJ യേശുദാസ്. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് കൊട്ടാരക്കര ക്ലബ്ബിൽ കൈരളി TV ഗന്ധർവ സംഗീതം ഗ്രാൻഡ് ഫിനാലെ 2013 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രദ്ധയോടെ സംഗീതത്തെ ശ്രവിക്കണമെന്നും ശുദ്ധമായ സംഗീതമാണ് പാടിപ്പഠിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. എത്ര കാലം സാധകം ചെയ്താലും എത്ര പരിശീലനം ചെയ്താലും ഒരു ഗാനം ആലപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കീർത്തനം പാടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ എന്തെല്ലാം തെറ്റുകൾ വരാതിരിക്കാൻ ശ്രമിക്കണമെന്നുള്ള ബോധം മറഞ്ഞുപോയാൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാനൊക്കില്ല. അത് വളരെ ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു അറിവ്, ചെറിയ അറിവ് അടിയനുള്ളത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അവർക്ക് നല്ലത് വരണം. ഒരിക്കലും നിങ്ങൾ ഈ ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന സമ്മാനമോ അല്ലെങ്കിൽ സ്ഥാനമോ കൊണ്ട് ഒരു വലിയ ഗായകനായി എന്ന് വിചാരിക്കരുത്, അല്ലെ ഗായികയായി എന്ന് വിചാരിക്കരുത്. ദാസേട്ടന് 73 വയസ്സായിട്ടും ഇന്നും രാവിലെ ഒരു കീർത്തനത്തിന്റെ ശകലം
പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നത്, ഇന്നലെ പാടിയെങ്കിൽ പോലും. കാരണം ഒരു ദിവസവും നമുക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ ആ ബന്ധം അല്ലെങ്കിൽ അതിനോടുള്ള അറിയാനുള്ള ആ ഒരു ജിജ്ഞാസയിൽ നിന്ന് നമ്മൾ അകന്നു പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ഒരു തരത്തിലും സംഗീതം നമുക്ക് അഭ്യസിക്കണമെങ്കിൽ വെറുതെ നമ്മൾ മറ്റുള്ളവർ പാടിയത് ശരിയായില്ല, ഞാൻ പാടുന്നതാണ് ശരിയെന്നുള്ളതിനേക്കാളും നല്ലത് ഞാൻ പാടുന്നത് ശരിയായിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകളെ തിരുത്താൻ സാധകം ചെയ്യണം. ഗന്ധർവ സംഗീതം ഗ്രാൻഡ് ഫിനാലയിൽ പയ്യോളി പ്രവീൺ 1ാം സ്ഥാനവും രാഹുൽ രാജ് 2ാം സ്ഥാനവും ലക്ഷ്മിപ്രിയ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ചടങ്ങിൽ അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി MLA, സംവിധായകൻ കമൽ, നടൻ ജയറാം, നടി സജിത മഠത്തിൽ, നടൻ ജയരാജ് വാര്യർ, സംഗീതജ്ഞന്മാരായ ഔസേപ്പച്ചൻ, M ജയചന്ദ്രൻ, ബിന്നി കൃഷ്ണകുമാർ, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി MA ബേബി, കൊട്ടാരക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് വർഗീസ് വടക്കടത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന കൊട്ടാരക്കര എക്സൈസ് സർക്കിൾ ഓഫീസ് ജീവനക്കാർക്ക് ഭീഷണിയാകുന്നു. പ്രാഥമിക കൃത്യനിർവഹണത്തിന് സ്ഥലമില്ലാതെയും കുടിവെള്ളം ലഭിക്കാതെയും ഇഴജന്തുക്കളുടെ ഭീഷണിയിലും നട്ടം തിരിയുകയാണ് ജീവനക്കാർ. കൊട്ടാരക്കര എക്സൈസ് സർക്കിൾ ഓഫീസ് ജീവനക്കാർക്ക് ഭീഷണിയാകുന്നു. കൊട്ടാരക്കര എക്സൈസ് സർക്കിൾ ഓഫീസ് പ്രവർത്തിക്കുന്ന വാടക കെട്ടിടം പൊളിഞ്ഞ് ജീവനക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായി. പ്രദേശത്ത് പാമ്പിന്റെ ശല്യവും രൂക്ഷമാണ്. 1.5 വർഷം മുമ്പ് രാത്രിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പ്രിവന്റീവ് ഓഫീസർ ഇവിടെ പാമ്പുകടിയേറ്റ് മരിച്ചിരുന്നു. കൊട്ടാരക്കര ചന്തമുക്ക് മിനർവ റോഡിൽ ESI ഡിസ്പെൻസറിക്ക് സമീപത്തെ ജീർണാവസ്ഥയിലായ കെട്ടിടത്തിലാണ് 40 വർഷമായി ഓഫീസിന്റെ പ്രവർത്തനം. 1500 രൂപയാണ് മാസവാടക. കെട്ടിടത്തിന്റെ ഭിത്തികൾ വിണ്ടുകീറിയതാണ്. മേൽക്കൂര ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലും കുറെ ഭാഗം താഴെ വീണു കഴിഞ്ഞു. നല്ലൊരു മഴ കൂടി പെയ്താൽ ബാക്കി ഭാഗങ്ങളും വീണേക്കാം. മഴ പെയ്താൽ കുട പിടിക്കാതെ ഓഫീസിൽ ജോലി ചെയ്യാനാവില്ല. ഫയലുകൾ സൂക്ഷിക്കാനും സുരക്ഷിത സംവിധാനമില്ല. സർക്കിൾ ഇൻസ്പെക്ടർ അടക്കം 12 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. രാത്രി ജോലി നോക്കുന്നവർക്കാണ് കൂടുതൽ ഭീതി. വർഷങ്ങളായുള്ള തൊണ്ടി മുതൽ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗങ്ങൾ പാമ്പുകളുടെ താവളമാണ്. രാത്രി മാത്രമല്ല, പകൽ പോലും ഓഫീസിൽ പാമ്പുകൾ കയറാറുണ്ടത്രേ. കൊട്ടാരക്കര, എഴുകോൺ, ചടയമംഗലം റേഞ്ച് ഓഫീസുകൾ ഈ സർക്കിൾ പരിധിയിലാണ്. ഒരു വർഷം ശരാശരി 35 കോടി രൂപ നികുതി ഇനത്തിലും മറ്റുമായി ലഭിക്കുന്ന ഓഫീസിനാണ് ഈ ദുർഗതി. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് എതിർവശത്തായി എക്സൈസ് കോംപ്ലക്സ് നിർമ്മിച്ച് സർക്കിൾ ഓഫീസ് അടക്കം അവിടേക്ക് മാറ്റാൻ കഴിഞ്ഞ സർക്കാർ തീരുമാനമെടുത്ത് ഫണ്ട് അനുവദിച്ചതാണ്. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റേഞ്ച് ഓഫീസ് പൊളിച്ചുമാറ്റിയതോടെ സ്ഥലം ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണെന്ന അവകാശവാദവുമായി ഒരു വിഭാഗം എത്തി. തർക്കം കോടതിയിലായതോടെ എക്സൈസ് കോംപ്ലക്സ് നിർമ്മാണം മുടങ്ങി. കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റേഞ്ച് ഓഫീസും വാടക കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടി വന്നത് മാത്രം മിച്ചം. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനോ സ്ഥലം കണ്ടെത്താനോ ജനപ്രതിനിധികളടക്കം ആരും താൽപര്യമെടുത്തില്ല. പൊതുമരാമത്ത് വകുപ്പിന്റേതടക്കം സർക്കാർ കെട്ടിടങ്ങൾ കൊട്ടാരക്കരയിൽ തന്നെ ഒഴിഞ്ഞുകിടപ്പുണ്ട്. അവിടേക്ക് സർക്കിൾ ഓഫീസ് മാറ്റാനെങ്കിലും അധികൃതർ താൽപര്യമെടുക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കടയ്ക്കൽ ചിങ്ങേലി നേതാജി നോർത്ത് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ 8 വരെ ശുചീകരണ വാരാചരണം സംഘടിപ്പിക്കുന്നു. കടയ്ക്കൽ ചിങ്ങേലി നേതാജി നോർത്ത് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ 8 വരെ ശുചീകരണ വാരാചരണം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ റെസിഡൻസ് അസോസിയേഷൻ മേഖലയിലെ പൊതുനിരത്തുകളും പൊതുകുളങ്ങളും വൃത്തിയാക്കി. ശുചീകരണ വാരാചരണത്തിന്റെ ഭാഗമായി ശുചിത്വ ഭവനം പുരസ്കാരം പദ്ധതി നടപ്പിലാക്കി. റെസിഡൻസ് അസോസിയേഷൻ ഓരോ ലൈനിലെയും മുഴുവൻ ഭവനങ്ങളും സന്ദർശിച്ച് ഏറ്റവും ശുചിത്വപൂർണമായ ഭവനത്തിന് ഒക്ടോബർ 6 പുരസ്കാരം നൽകും. ശുചിത്വ വാരാചരണത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതാജി നോർത്ത് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി S. സുഭാഷ്, പ്രസിഡന്റ് S. സന്ധ്യ, ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് G. മുരളീകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ ഒക്ടോബർ 8 വരെ ഉള്ള ഒരു ശുചീകരണ വാരാചരണം. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രദേശത്തുള്ള റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, നാട്ടുകാർ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ സഹകരണത്തിൽ നമ്മുടെ പ്രദേശത്തെ പൊതുനിരത്തുകളും കുളങ്ങളും വൃത്തിയാക്കുന്ന ഒരു പരിപാടി ആണ് ഇന്നിപ്പോൾ ഗാന്ധി ജയന്തി ദിനത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ റെസിഡൻസ് അസോസിയേഷനിലും 5 ലൈനുകളുണ്ട്. 5 ലൈനുകളിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ് വളരെ നല്ല രീതിയിൽ. ഇന്നിപ്പോൾ ഈ റോഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ വൃത്തിയായി റോഡുകൾ നമ്മുടെ തൊഴിലുറപ്പുകാരുടെ കൂടി സഹായത്തോടു കൂടി വളരെ വൃത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ.
ജില്ലയിലെ ക്രമസമാധാന പ്രശ്നവും പോലീസിലെ കെടുകാര്യസ്ഥതയും ചർച്ച ചെയ്യുവാൻ പോലീസിന്റെ രഹസ്യയോഗം അടുത്തയാഴ്ച. ദക്ഷിണമേഖല ADGP A ഹേമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് യോഗം സംഘടിപ്പിക്കുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങൾ വിലയിരുത്താൻ ദക്ഷിണ മേഖല ADGP A ഹേമചന്ദ്രന്റെ നേതൃത്വത്തിൽ പോലീസ് ജില്ലാതല യോഗങ്ങൾ വിളിക്കുന്നു. കൊല്ലം റൂറലിൽ യോഗം അടുത്തയാഴ്ച നടക്കും. പോലീസിലെ ഒരു വിഭാഗം കൈക്കൂലി വാങ്ങുന്നുവെന്ന രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. റിപ്പോർട്ടിൽ പരാമർശമുള്ള ഓഫീസറെ സ്ഥലം മാറ്റിയിരുന്നു. CI റാങ്കിലുള്ള 3 പേർ റൂറൽ ജില്ലയിൽ ആരോപണ വിധേയരാണ്. ജില്ലാ അതിർത്തികളിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. സിറ്റിയിലും പലരും കൈക്കൂലി ബന്ധമുള്ളവരാണ്. റൂറൽ അതിർത്തിയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, പാറ മണൽ മേഖലയിലെ പ്രശ്നങ്ങൾ, മോഷണം, കവർച്ച, കൊള്ളപ്പലിശ കേസുകൾ, വാഹനാപകടം, പൊതുസ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒളിക്യാമറ സ്ഥാപിക്കൽ എന്നിവയും ചർച്ച ചെയ്യുമെന്നാണ് വിവരം. ഓരോ മേഖലകളിലെയും നടപടികൾ അവലോകനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കോട്ടവട്ടം ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവ ആഘോഷങ്ങൾക്ക് ഒക്ടോബർ 5-ാം തീയതി തുടക്കം കുറിക്കുന്നു. കോട്ടവട്ടം ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവ ആഘോഷങ്ങൾക്ക് ഒക്ടോബർ 5-ാം തീയതി തുടക്കം കുറിക്കുന്നു. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും ഉണ്ടായിരിക്കുന്നതാണ്. 9 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഒക്ടോബർ 14-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇടമൺ 34 പട്ടയം കൂപ്പ് നിവാസികളുടെ ഭൂമി പോക്കുവരവ് സംബന്ധമായി ആക്ഷൻ കൌൺസിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് മറുപടിയുമായി പ്രസിഡന്റ് രംഗത്ത്. പാവങ്ങളുടെ പേരിൽ പണപ്പിരിവ് നടത്തുന്ന സംഘടനയാണ് ഇതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇടമൺ 34 പട്ടയം കൂപ്പ് നിവാസികളുടെ ഭൂമി പോക്കുവരവ് സംബന്ധിച്ച വിഷയം വിവാദമാകുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഇടമൺ 34 വികസന സമിതിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിഷേധ പ്രകടനവും രൂക്ഷ വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ ആക്ഷൻ കൌൺസിൽ നടത്തുന്ന തട്ടിപ്പിനും അഴിമതിക്കുമെതിരെ ശബ്ദമുയർത്തുകയാണ് താൻ ചെയ്തതെന്ന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് പ്രസിഡന്റ് രംഗത്തെത്തി. പട്ടയം കൂപ്പ് നിവാസികൾക്ക് ഭൂമി പോക്കുവരവ് ചെയ്തു കിട്ടാൻ ശ്രമം തുടങ്ങിയ കാലം മുതൽക്കേ താൻ ഒപ്പമുണ്ടായിരുന്നുവെന്നും ആക്ഷൻ കൌൺസിലിന്റെ പണപ്പിരിവിനും അഴിമതിക്കും കൂട്ടുനിൽക്കാത്തതിനു തന്നെ ഒറ്റപ്പെടുത്തുകയായിരുന്നുവെന്നും ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും അദ്ദേഹം ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് താൻ റവന്യൂ വകുപ്പ് മന്ത്രിയെ ആക്ഷൻ കൌൺസിലിനോടൊപ്പം നേരിട്ട് കണ്ടുവെന്നും മന്ത്രി റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോട് ഭൂമി പോക്കുവരവ് ചെയ്തു നൽകാൻ നിർദ്ദേശിച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിനിടയിൽ ആക്ഷൻ കൌൺസിൽ ദല്ലാളായി പ്രവർത്തിച്ച് പണം പിരിവ് നടത്തുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പട്ടയം പേരിൽ കിട്ടാൻ ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട രേഖകളുമായി താലൂക്ക് വില്ലേജ് ഓഫീസുകളിൽ എത്തിയാൽ മതിയാകുമെന്നും അദ്ദേഹം അറിയിച്ചു. വിഷയത്തിന്റെ പേരിൽ തെന്മല ഗ്രാമപഞ്ചായത്തിനെയും തന്നെയും ജനങ്ങൾക്കിടയിൽ തേജോവധം ചെയ്തവരെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം ഇവിടെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇതിന്റെ പേരിൽ പിരിവ് നടത്തുന്നതും ഇതിന്റെ പേരിൽ പ്രകടനം നടത്തുന്നതെല്ലാം രാഷ്ട്രീയപരമായ ദുരുദ്ദേശത്തോടുകൂടിയാണ്. ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ വിഷയത്തെ വളരെ താല്പര്യപൂർവ്വം കാണുകയും ഞാൻ തിരുവനന്തപുരത്ത് പോയി ഈ മുഴുവൻ സർവകക്ഷി സംഘത്തോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയെ കാണുകയും റവന്യൂ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, ഞാൻ ഉൾപ്പെടെയുള്ള ഇതിന്റെ ആക്ഷൻ കൌൺസിലിന്റെ ഭാരവാഹികൾക്ക് ഈ വിഷയം ബഹുമാനപ്പെട്ട മന്ത്രിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തരത്തിലേക്ക് ഈ ജനങ്ങളുടെ ആവശ്യം പരിഹരിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ വിജയത്തിലെത്തിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകാനുള്ള യഥാർത്ഥ കാരണം. എന്നാൽ ഈ വസ്തുതാപരമായ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇതിന്റെ അവകാശവാദം ചിലർക്ക് വേണം, അതിന്റെ പേരിൽ അനധികൃതമായി പിരിവ് നടത്തണം, ആ പിരിവ് നടത്തുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആരും എതിർക്കരുത്, അതിനെ ചോദ്യം ചെയ്യരുത് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ തെന്മല മണ്ഡലം കമ്മിറ്റി അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ അഴിമതികൾക്കെതിരെ ഒരു യുവജന പ്രസ്ഥാനം നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് അവർ മീറ്റിംഗ് നടത്തിയത്. അത് യൂത്ത് കോൺഗ്രസിന്റെ സ്വതന്ത്രമായ നിലപാടുള്ള ഒരു യുവജന പ്രസ്ഥാനം അവർ നടത്തിയ പരിപാടിയാണ്. ആ പരിപാടിയിൽ നടന്ന വിമർശനങ്ങളെ ചൊല്ലി ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി 1 രൂപയും പോലും പ്രതിഫലം ആഗ്രഹിക്കാതെ ഈ പട്ടയം കൂപ്പിലെ മുഴുവൻ ആളുകളുടെയും പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നുള്ള ഒരു കണക്കൂട്ടലിൽ ഇവരോടൊപ്പം നിന്ന എന്നെ പൊതുജനങ്ങളുടെ മുമ്പിൽ അപമാനിക്കുവാനും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ അസൂയയോടുകൂടിയും അതോടൊപ്പം തന്നെ അതൊക്കെ മാനസികമായി ഇഷ്ടപ്പെടാത്തതും ചെയ്ത ചില രാഷ്ട്രീയക്കാരുമായി ചേർന്നുകൊണ്ട് എന്നെ മനഃപൂർവ്വം വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, പട്ടയം കൂപ്പ് പ്രദേശത്തെ തേക്കുംകൂപ്പ് വാർഡിലെ ഈ 100ഓളം ഏക്കറിൽ വരുന്ന മുഴുവൻ കുടുംബങ്ങളെയും പ്രശ്നം ഗവൺമെന്റ് റവന്യൂ വകുപ്പ് പരിഹരിച്ചു കഴിഞ്ഞു. ഇത് കൈവശക്കാരന് പേര്
കൂട്ടിക്കൊടുത്ത് കരമൊടുക്ക രസീത് കൊടുക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി നൽകിക്കഴിഞ്ഞു. ഇനി ഇതിന്റെ പേരിൽ നടക്കുന്ന സമരങ്ങളും ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു ദല്ലാളിന്റെയോ അല്ലെങ്കിൽ ഒരു ഏജന്റിന്റെയോ ആവശ്യമില്ല. ജനങ്ങൾ നേരിട്ട് മുൻപ്രമാണം ഉൾപ്പെടെയുള്ള ഇതിന്റെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുമായി താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും പോയാൽ ഈ ഒരു പേരിൽ കൂട്ടി കിട്ടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിഷയം ഞാൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ 3 പേർക്ക് കൊടുത്തതിന് പുറമെ ഉള്ള ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും ബൾക്കായിട്ട് അവർക്ക് പേരിൽ കൂട്ടി കൊടുക്കുന്നതിനും അത് ഒരു പൊതുവേദിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ജനപ്രതിനിധികളുടെ എല്ലാം സാന്നിധ്യത്തിൽ വെച്ച് 7-34 ലക്ഷം ഞാൻ നേരിട്ട് വരാം, ഒരു വിപുലമായ പരിപാടികളോടുകൂടി നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതവും മറ്റ് ചില വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഇപ്പോഴും ഞാൻ ഒരു കാര്യത്തിൽ അടിയുറച്ച് പറയുന്നു, ഈ അനധികൃത പിരിവിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കോ റവന്യൂ വകുപ്പ് മന്ത്രിക്കോ റവന്യൂ വകുപ്പിനോ യാതൊരുവിധമായ കടപ്പാടുമില്ല, യാതൊരുവിധമായ ഉത്തരവാദിത്വമില്ല. മറിച്ച് ഇത് ഈ പണപ്പിരിവിനെ മാത്രമാണ് എതിർത്തത്. അല്ലാതെ പട്ടയം കൂപ്പിൽ പ്രദേശത്തെ ആളുകൾക്ക് പട്ടയം പേരിൽ കൂട്ടിക്കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമില്ല. മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിനാദ്യം മുതൽ ഇതിന്റെ മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്കെതിരെ നടത്തുന്ന ഇത്തരം വ്യക്തിപരമായ ആരോപണങ്ങളിൽ നിന്നും ഇതിന്റെ ബഹുമാനരായ ഇതിന്റെ ഭാരവാഹികൾ അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ അതിൽ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല. വാഹന നിയമങ്ങൾക്ക് കർശനമേകുമ്പോൾ വേഗത നിയന്ത്രണ സംവിധാനങ്ങളും ക്യാമറകളും വ്യാപകമായിട്ടും നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന നിരവധി പേർ രംഗത്ത്. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. വാഹന നിയമങ്ങൾ കർശനമാക്കി വേഗപ്പൂട്ടും വേഗതാ നിയന്ത്രണത്തിന് ക്യാമറയും അത്യാധുനിക സംവിധാനങ്ങളും നടപ്പിലാക്കി. എങ്കിലും ഇവ എത്ര കാലത്തേക്ക് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ വേഗതാ നിർണയവും ആധുനിക സജ്ജീകരണങ്ങളും എല്ലാവർക്കും ഒരുപോലെയാണോ? അതോ പാവപ്പെട്ടവന് ഒരു നിയമം, പണക്കാരന് മറ്റൊരു നിയമം, അങ്ങനെയാണോ? നിയമങ്ങൾ നല്ലതു തന്നെ, അത് നടപ്പിലാക്കുക, അത് പ്രാവർത്തികമാക്കുക എന്നതെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നും ഒരു ഋഷിരാജ് സിംഗ് മാത്രമായിരിക്കുമോ വാഹനത്തെ നിയന്ത്രിക്കുക? അല്ലെങ്കിൽ മാറി വരുന്നവർ ഒക്കെ ഋഷിരാജ് സിംഗിനെ പോലെ ആയിരിക്കുമോ? എന്നും UDF സർക്കാർ മാത്രമായിരിക്കുമോ? അല്ലെങ്കിൽ എന്നും ഒരു LDF സർക്കാർ മാത്രമായിരിക്കുമോ? മറ്റുള്ള പാർട്ടി ഇവിടെ ഭരിക്കില്ലയോ? ചോദ്യങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ഗതാഗത നിയമങ്ങളെപ്പറ്റി വാചാലരാകുന്നവർ എല്ലാവരും തന്നെ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നവരാണോ? വേഗത കുറയ്ക്കൂ, അപകടം ഒഴിവാക്കൂ എന്ന ബോർഡ് ശ്രദ്ധയിൽപ്പെടുമ്പോൾ വേഗത കൂട്ടൂ, അപകടമുണ്ടാക്കൂ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇരുചക്ര വാഹനങ്ങൾക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കി, നല്ല കാര്യം തന്നെ. എന്നാൽ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ അപകടം സംഭവിച്ച് തല മാത്രം സുരക്ഷിതം, ബാക്കി ഭാഗങ്ങളെല്ലാം തകരാറിലായി. എന്തു പ്രയോജനം? നിയമം അടിച്ചേൽപ്പിക്കുകയല്ല, നിയമം പാലിക്കാൻ ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് വേണ്ടത്. അപകടങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ളവരാണല്ലോ ബസ്സുകൾ. പ്രാണഭയം കൊണ്ട് പലപ്പോഴും നെഞ്ചെടുപ്പോടുകൂടിയാണ് മിക്കവാറും എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അമിത വേഗത്തിനെതിരെ കണ്ടക്ടറോടോ ഡ്രൈവറോടോ പരാതി പറഞ്ഞാൽ കളിയാക്കിയ മട്ടിൽ ചിരിക്കുകയാണ് പതിവ്. ഒരു വിഭാഗം യാത്രക്കാർ നമ്മളെ പിന്താങ്ങും, ചിലർ തള്ളിപ്പറയും. കുറച്ചുപേർ ഒന്നിലും പെടാത്ത മട്ടിൽ ഇരിക്കും, മറ്റു ചിലർ 2 വള്ളത്തിൽ കാൽ വയ്ക്കും. അതും ശരിയാണ്, ഇതും ശരിയാണ് എന്ന മട്ടിൽ. ഓരോ യാത്രയും മംഗളമായി അവസാനിക്കണമെന്നാണ് വീട്ടിലുള്ളവരുടെ പ്രാർത്ഥന. നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരും നിയമത്തിനുള്ളിലെന്ന ബോധത്തോടെ ബാക്കിയുള്ളവരെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കണം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഓപ്പറേഷനെ തുടർന്ന് 16 വർഷം മുമ്പ് വയറ്റിൽ കുടുങ്ങിയ ഓപ്പറേഷൻ ഉപകരണവുമായി ദുരിത ജീവിതം നയിച്ച യുവതി ഓപ്പറേഷനിലൂടെ ഉപകരണം പുറത്തെടുക്കാൻ കഴിയാതെ സാമ്പത്തിക പ്രതിസന്ധിയാൽ നട്ടം തിരിയുന്നു. കടയ്ക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. ഓപ്പറേഷനു ശേഷം വയറ്റിൽ കുടുങ്ങിയ ഓപ്പറേഷൻ ഉപകരണവുമായി ഒരു യുവതി തുടർ ചികിത്സയിൽ ബുദ്ധിമുട്ടുന്നു. 14/6/1997 കല്ലറ തറട്ടയിൽ PHCയിൽ പ്രസവ ചികിത്സ തേടിയ ചിതറ ഇരപ്പിൽ വേങ്ങവിള വീട്ടിൽ ഷീജ 33 ആണ് വയറ്റിൽ ഉപകരണവുമായി 16 വർഷമായി വേദന അനുഭവിച്ചു കഴിയുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നതിനു ശേഷം നിരവധി തവണ വയറുവേദന അനുഭവപ്പെട്ടിരുന്നു. വേദനയ്ക്കുള്ള ചികിത്സ തേടുകയും ഇടക്കാലത്ത് കാല് തളർന്ന് മാസങ്ങളോളം കിടക്കുകയും ചെയ്തിരുന്നു. വിവിധ ആശുപത്രികളിൽ വയറുവേദനയ്ക്ക് ചികിത്സ തേടിയിരുന്നു. ഒടുവിൽ നടത്തിയ പരിശോധനയിൽ വയറ്റിനുള്ളിൽ ഇരുമ്പ് കമ്പി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഡോക്ടർമാർ വിവരം തിരക്കിയപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് ഓപ്പറേഷൻ നടത്തിയ കഥ പറയുന്നതും വയറ്റിൽ കുടുങ്ങിയത് ഓപ്പറേഷൻ ഉപകരണമാണെന്ന് മനസ്സിലാക്കുന്നതും. കല്ലറ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് എനിക്ക് ഓപ്പറേഷൻ ആദ്യമായിട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് 2ാമത് സ്റ്റിച്ച് അഴിക്കുകയും
പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. 4 പേര് ചെയ്തതിൽ എനിക്കാണ് കൂടുതൽ. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ വെളിയിലോട്ട് ഇറക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞ് അവർക്ക് എന്തോ സംശയം ഉണ്ടെന്ന് പറഞ്ഞ് 2ാമത് സ്റ്റിച്ച് അഴിച്ച് അതുകൊണ്ടാണ് താമസിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു ഡോക്ടർമാരും ഒരാൾ മരിക്കാൻ വേണ്ടി ചെയ്യത്തില്ല, തിരിച്ച് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടാണ് താമസിച്ചതെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. ആ പ്രസവത്തോടുകൂടി എനിക്ക് കാല് വരെ തളർന്ന് ഞാൻ ഒരു 6-7 മാസം ആയുർവേദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കാലെല്ലാം ശരിയായി. വീണ്ടും വയറുവേദന ഇങ്ങനെ തുടങ്ങാണ്ടേയിരുന്ന സമയം കൊണ്ട് ഇപ്പൊ 2010 വീണ്ടും എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉള്ളിൽ കാണാൻ തുടങ്ങി. പുതിയ എക്സ്റേയും ഡോക്ടർമാർ നൽകിയ രേഖകളുമായി അന്ന് ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറെ പോയി കണ്ടു. എന്നാൽ ഡോക്ടർ ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചതെന്ന് ഷീജ പറഞ്ഞു. തനിക്കൊന്നും അറിയില്ലെന്നും പോയി കേസ് കൊടുക്കാനുമായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അടുത്ത മാസം 3-ാം തീയതി വയറ്റിനുള്ളിൽ കുടുങ്ങിയ ഉപകരണം പുറത്തെടുക്കാനുള്ള ഓപ്പറേഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്താനിരിക്കുകയാണ് ഷീജ. ഡോക്ടറുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഇപ്പൊ സാമ്പത്തികമൊന്നുമില്ല, ഓപ്പറേഷൻ ചെയ്യാൻ ഇതേപോലെ എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പോയി ഡോക്ടറെ കണ്ടപ്പോൾ അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്താനാണോ വന്നത്, ഈ 16 വർഷം കൊണ്ട് നിങ്ങൾ ഉറങ്ങിപ്പോയാ, ഇതൊക്കെയാണ് എൻ്റെ കൂടെ ചോദിച്ച മറുപടി. ഞാൻ അയാളുടെ അടുത്ത് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ യാചിക്കും പോലെ പറഞ്ഞു, സാറേ ഓപ്പറേഷൻ ചെയ്യാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ വന്നത്, എനിക്ക് വേറെ പത്രത്തിൽ കൊടുക്കാനോ വേറെ ഒന്നിനും വേണ്ടി ഞാൻ ഇറങ്ങുന്നില്ല, സാർ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല, അയാളെ കയ്യിൽ നിന്നല്ല കിട്ടുന്നത്, നിങ്ങൾ വേണമെങ്കിൽ ഗവൺമെന്റിന്റെ കൂടെ കേസ് കൊടുത്ത് മേടിക്കുക എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഞാൻ അതിനുപരി അയാളുടെ അടുത്ത് ഇന്ന് പിന്നെ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ട് പോലും ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇനി പോകത്തുമില്ല. എനിക്ക് ഓപ്പറേഷനായിട്ട് ഒക്ടോബർ 3-ാം തീയതി വെച്ചിരിക്കുകയാണ്. ഓപ്പറേഷത്തിന് പോവാൻ എൻ്റെ കയ്യിൽ വേറെ ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ ഓപ്പറേഷന് മാറ്റി വയ്ക്കാൻ ഡോക്ടറെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ അയാളുടെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ഡീറ്റെയിൽ ഒന്നും കാണിച്ചിട്ട് ഓടിയില്ല ഇതുവരെ. ഡീറ്റെയിൽ കാണിക്കാനെന്ന് പറഞ്ഞാൽ അയാൾ കാണാനോ സംസാരിക്കാനോ അയാൾ തയ്യാറായില്ല. ഡോക്ടറുടെ കൈപ്പിഴ മൂലം സംഭവിച്ച പിഴയ്ക്ക് ഇത്രയും നാൾ ദുരിതം അനുഭവിക്കുകയും ഇനി അതിൽ നിന്നും മോചനം നേടണമെങ്കിൽ ഓപ്പറേഷൻ നടത്താനുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലുമാണ് ഷീജ. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഭൂരഹിതർക്ക് ഭൂമി എന്ന UDF സർക്കാരിന്റെ പദ്ധതിയിൽ തങ്ങൾക്ക് അവഗണനയെന്ന് കിഴക്കൻ മേഖലയിലെ റോഡ് പുറമ്പോക്ക് നിവാസികൾ. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്. ഭൂരഹിതർക്ക് ഭൂമി എന്ന UDF സർക്കാരിന്റെ പദ്ധതിയിൽ തങ്ങൾക്ക് അവഗണന എന്ന് കിഴക്കൻ മേഖലയിലെ റോഡ് പുറമ്പോക്ക് നിവാസികൾ. സീറോ ലാൻഡ്ലെസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂരഹിതർക്ക് ഉറുകുന്ന മുസ്ലിയാർ തോട്ടം സർക്കാർ ഏറ്റെടുത്ത് നൽകുകയുണ്ടായി. എന്നാൽ ഇതിൽ റോഡ് പുറമ്പോക്ക് നിവാസികളെ അവഗണിച്ചതായി ഇവർ പരാതിപ്പെടുന്നു. കഴിഞ്ഞ 45 വർഷക്കാലമായി റോഡ് പുറമ്പോക്കിൽ ദുരിതപൂർണമായ ജീവിതമാണ് തങ്ങൾ നയിക്കുന്നതെന്ന് ഇവർ പറയുന്നു. കുടിവെള്ള പ്രശ്നവും കക്കൂസ് കുളിമുറി സൌകര്യങ്ങളും ഇവരുടെ പ്രതിസന്ധിയാണ്. റോഡിൽ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളുമെല്ലാം ഇവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നു. റോഡ് പുറമ്പോക്കിൽ ജീവിക്കുന്നതിനാൽ മക്കളുടെ വിവാഹം നടക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പുനലൂർ മുതൽ ആര്യങ്കാവ് വരെ ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങളാണ് റോഡ് സൈഡിൽ താമസിക്കുന്നത്. 3 സെന്റ് എന്നുള്ളത് 5 സെന്റാക്കി തങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യമാണ് ഇവർക്കുള്ളത്. റോഡ് സൈഡിലുള്ള വൻമരങ്ങളാണ് ഇവർ നേരിടുന്ന മറ്റൊരു പ്രശ്നം. വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ ഏത് നിമിഷവും വീടിനുമീതെ പതിക്കുന്ന അവസ്ഥയിലാണ്. റോഡ് പുറമ്പോക്കായതിനാൽ മരം മുറിച്ചു മാറ്റാനോ വീട് തകർന്നാൽ നഷ്ടപരിഹാരം ലഭിക്കാനോ അർഹതയില്ലാത്തതും ഇവരെ ദുരിതത്തിലാക്കുന്നു. 45 വർഷക്കാലം കൊണ്ട് തങ്ങളെ പുനരധിവസിപ്പിക്കാൻ കഴിയാത്ത ഭരണാധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. കുളിക്കാൻ പാലും തോട്ടിലൊക്കെ ഞങ്ങൾ കുളിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഒരു മക്കളുടെ കല്യാണം വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്താനുള്ള സൗകര്യമില്ല. എവിടെങ്കിലും അമ്പലങ്ങളിലോ ആഡിറ്റോറിയത്തിലോ കൊണ്ടുവച്ച് ഞങ്ങൾ നടത്തുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഞങ്ങൾക്ക്. വളവുകളിലല്ലേ വീടല്ലായിരിക്കുന്നത്, അതിന്റെ പുറകിലോട്ട് വെച്ച കുഴിയാണ്, അങ്ങോട്ട് നീക്കിയോ മാറ്റിയോ വയ്ക്കാനുള്ള സൗകര്യമൊന്നുമില്ല. തന്നെയിലോ കക്കൂസില്ല, കൊച്ചു പിള്ളേരെയും കൊണ്ട് റോഡ് സൈഡിൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. 45 വർഷത്തോളമായി എല്ലാവരും ഇവിടെ താമസിക്കാനൊക്കെ വന്നത്. എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്, വെള്ളത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണ്. അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും ആർക്കും കിട്ടില്ല. ഇനിയിപ്പോ അവിടെ അക്കരെ സൈഡിൽ ഏഴാമാട്ടിലുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. മനുഷ്യൻ ചീത്തയാകുന്നു എന്നതാണ് ആധുനിക കാലഘട്ടത്തിന്റെ വിപത്തെന്ന് മുല്ലക്കര രത്നാകരൻ MLA. കടയ്ക്കൽ സന്മാർഗദർശിനി സ്വാശ്രയ സംഘം ഗാന്ധി ഭവനിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യൻ ചീത്തയാകുന്നു എന്നതാണ് ആധുനിക കാലഘട്ടത്തിന്റെ വിപത്തെന്ന് മുല്ലക്കര രത്നാകരൻ MLA അഭിപ്രായപ്പെട്ടു.
കടയ്ക്കൽ സന്മാർഗദർശിനി സ്വാശ്രയ സംഘം ഗാന്ധിഭവനിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ മനുഷ്യനും ചെകുത്താനും ദൈവവുമുള്ളതായും നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെയും ദൈവത്തെയും വീണ്ടെടുക്കുകയും ചെകുത്താനെ നാടുകടത്തുകയുമാണ് വേണ്ടതെന്നും മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. അമ്മമാർ തെരുവിൽ ഉപേക്ഷിക്കപ്പെടാതിരിക്കുകയും കുഞ്ഞുങ്ങൾ വിശന്ന് കരയാത്തതുമായ ഒരു സാമൂഹ്യ സൃഷ്ടിക്കായാണ് ഗാന്ധിജി തന്റെ ജീവിതം സമർപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 4 വർഷം കാണാതിരിക്കുന്ന ഭാര്യ അവനവന്റെ കുഞ്ഞിനെ നോക്കി, കുഞ്ഞിനെ കൈപിടിച്ച് നിൽക്കുന്ന അമ്മയോട് നോക്കി, അവൻ നോക്കുമ്പോൾ ഭാര്യയുടെ ചുണ്ടൊന്നു വിതുമ്പുമ്പോൾ അറിയാതെ കണ്ണിലൊരു തുള്ളി കണ്ണുനീർ നിറയുമ്പോൾ അവർ രണ്ടുപേരും ദൈവത്തെ മനസ്സിലാക്കുക. അപ്പൊ സ്നേഹമക്ഷരാർത്ഥത്തിൽ ദൈവമാകുന്നത് ഇത്തരം സ്നേഹമാണ്. അത്തരം സ്നേഹം സമൂഹത്തിൽ നഷ്ടപ്പെടുകയാണ്. കടയ്ക്കൽ സന്മാർഗദായിനി സ്വാശ്രയ സംഘത്തിന്റെ 11ാമത് വാർഷികവും ഇതോടനുബന്ധിച്ച് നടന്നു. ഗാന്ധിഭവനിൽ നടന്ന സമ്മേളനത്തിൽ സ്വാശ്രയ സംഘം പ്രസിഡന്റ് SR ബിനോഷ് അധ്യക്ഷത വഹിച്ചു. സന്മാർഗദായിനി സ്വാശ്രയ സംഘത്തിന്റെ സഹായവും സ്നേഹരാജ്യം മാസവരി സംഖ്യയും സംഘം സെക്രട്ടറി V അനിരുദ്ധൻ ഗാന്ധിഭവന് കൈമാറി. ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അരുണാദേവി, ചിത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ഗോപാലകൃഷ്ണപിള്ള, കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ CR ജോസ് പ്രകാശ്, കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് M ജിയാസുദ്ദീൻ, ഗാന്ധിഭവൻ ചെയർമാൻ അഡ്വക്കേറ്റ് സോമരാജൻ, മാനേജർ വിജയൻ അമ്പാടി, അസിസ്റ്റന്റ് സെക്രട്ടറി G ഭുവനചന്ദ്രൻ, പ്രസന്ന രാജൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഗാന്ധിഭവൻ സ്നേഹഗ്രാമം പഞ്ചായത്ത് ഭാരവാഹികൾക്ക് MLA മുല്ലക്കര രത്നാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച വിളക്കുകൾ വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന യുവാവ് പോലീസ് പിടിയിൽ. ചണ്ണപ്പേട്ട സ്വദേശിയായ മനോജാണ് പിടിയിലായത്. ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ച വിളക്കുകൾ വിൽപ്പന നടത്താൻ കൊണ്ടുവന്നയാൾ പോലീസ് പിടിയിൽ. ചണ്ണപ്പേട്ട പോത്തൻപാറ വേങ്ങവിള വീട്ടിൽ മനോജാണ് പിടിയിലായത്. പോങ്ങമല ആയിരവല്ലി ക്ഷേത്രത്തിലെ വിളക്കുകളാണ് മോഷ്ടിച്ച് വിൽക്കാൻ ശ്രമിച്ചത്. ക്ഷേത്ര കമ്മിറ്റി നൽകിയ പരാതിയെ തുടർന്ന് കടയ്ക്കൽ SI N സുനീഷ്, ASI റഹീം, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത് ലാൽ, നസീം, ജഹാംഗീർ എന്നിവർ നടത്തിയ അന്വേഷണത്തിൽ കടയ്ക്കൽ പാങ്ങലുകാട്ടിൽ ഒരു കടയിൽ വിളക്ക് വിൽക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് മനോജ് പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ചിതറ കണ്ണങ്കോട് മിച്ചഭൂമി കയ്യേറാൻ ശ്രമിച്ചവരെ പോലീസ് വിരട്ടിയോടിച്ചു. റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള 1 ഏക്കർ 96 സെന്റാണ് 14 കുടുംബങ്ങൾ കയ്യേറാൻ ശ്രമിച്ചത്. ചിതറ കണ്ണങ്കോട് മിച്ചഭൂമി കയ്യേറാൻ ശ്രമിച്ചവരെ പോലീസ് വിരട്ടിയോടിച്ചു. ചിതറ പഞ്ചായത്തിലെ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള 1.25 ഏക്കർ ഭൂമിയാണ് 19 കുടുംബങ്ങൾ കയ്യേറാൻ ശ്രമിച്ചത്. 30 വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തുള്ള ഒരാൾക്ക് ഈ ഭൂമി സർക്കാർ നൽകിയതാണ്. എന്നാൽ വസ്തു കൈവശം വെച്ചിരുന്നയാൾ മരിച്ചതിനെ തുടർന്ന് ഈ ഭൂമി റവന്യൂ വകുപ്പിന്റെ കൈവശമാണ്. ഭൂമിയുടെ അവകാശത്തിനായി നൽകിയ പരാതിയിന്മേൽ മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് ഈ മാസം 10-ാം തീയതി കേസ് വിളിച്ചിരിക്കുന്നതിനിടയിലാണ് ഈ ഭൂമിയിൽ കയ്യേറ്റ ശ്രമം നടന്നത്. ഭൂരഹിതരായവർക്ക് സർക്കാർ 3 സെന്റ് ഭൂമി നൽകി മടങ്ങിയതോടെ കണ്ണങ്കോടും സർക്കാർ ഭൂമി ഭൂരഹിതർക്ക് നൽകും എന്ന് കരുതിയാണ് ഇവിടെ ഭൂമി കയ്യേറിയത്. കയ്യേറ്റത്തെക്കുറിച്ച് മാങ്കോട് വില്ലേജ് ഓഫീസർ അന്വേഷിച്ച് RDOയ്ക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ RDOയുടെ നിർദ്ദേശപ്രകാരമാണ് കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചത്. കടയ്ക്കൽ CI V രജികുമാർ, SI N സുനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് എത്തിയാണ് കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചത്. കയ്യേറ്റത്തിന് ഇനിയും സാധ്യത ഉള്ളതിനാൽ പ്രദേശത്ത് പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് 19-ന് ഇടതുമുന്നണി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM വിട്ടുനിൽക്കുന്നു. ജില്ലയിലെ ക്രമസമാധാനവും പോലീസിന്റെ ആഭ്യന്തര പ്രശ്നവും ചർച്ച ചെയ്യാൻ രഹസ്യയോഗം അടുത്തയാഴ്ച. ഭൂരഹിതർക്ക് ഭൂമി എന്ന സർക്കാരിന്റെ പദ്ധതിയിൽ തങ്ങൾക്ക് അവഗണനയെന്ന് കിഴക്കൻ മേഖലയിലെ റോഡ് പുറമ്പോക്ക് നിവാസികൾ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.